സ്വാഗതം. ദൈഡം റിസാല അപ്ഡേറ്റ് ഇൻട്രാക്ഷൻസിലേക്ക് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ബീഹാറിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു. മത്സരിച്ചതിൽ 80% സീറ്റ് നേടിക്കൊണ്ട് NDA അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നു. വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്, വോട്ട് ചോരി പോലുള്ള അലിഗേഷൻസ് ഉണ്ട്. ഇതൊക്കെ NDA ദുർബലപ്പെടുത്താനിടയുണ്ട് എന്നൊക്കെയുള്ള വിലയിരുത്തലുകളുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് ഒരുപക്ഷെ NDA പോലും പ്രതീക്ഷിക്കാത്തൊരു വിജയം, 202 സീറ്റ്, ആകെയുള്ള 243 സീറ്റിൽ 202 സീറ്റ് നേടിക്കൊണ്ട് NDA അധികാരത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. നിതീഷ് വീണ്ടും 10ാം തവണയും ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാകും. അതിനുശേഷം ഇലക്ഷൻ ഫലം വന്നതിന് ശേഷം പലതരത്തിലുള്ള വിലയിരുത്തലുകൾ നടക്കുന്നുണ്ട്. NDA, അതായത് നിതീഷും JDUവും BJPയും ചിരാഗ് പാസ്വാൻ്റെ LJP RVയും ചേരുന്ന സഖ്യം, പാണ്ഡവ സഖ്യം എന്ന് പറയുന്ന 5 പാർട്ടികൾ ചേരുന്ന സഖ്യം, അതിനോട് ഒരു തരത്തിലും മത്സരിക്കാൻ പാകത്തിലുള്ള ശക്തിയുള്ളൊരു മുന്നണിയായിരുന്നില്ല ഇപ്പുറത്തുള്ള ഇന്ത്യ സഖ്യം എന്നുള്ള ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. ഇന്ത്യ സഖ്യമാകട്ടെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ, വോട്ട് ചോരി പോലെയുള്ള സംഗതികൾ, വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തതിനെക്കുറിച്ചുള്ള കണക്കുകൾ, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇലക്ഷൻ മാൽ പ്രാക്ടീസസിനെ കുറിച്ചാണ് ഇന്ത്യ സഖ്യം വിശദീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് തോൽവി. അതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്തെ ഏറ്റവും സീനിയറായ ജേർണലിസ്റ്റുകളിൽ ഒരാളായ AJ ഫിലിപ്പാണ്. ഏഡത്തിൻ്റെയും റിസാല അപ്ഡേറ്റിൻ്റെയും പ്രേക്ഷകർക്ക് സുപരിചിതനാണ് അദ്ദേഹം. നേരത്തെ ബീഹാർ ഇലക്ഷൻ സംബന്ധിച്ചുള്ള അനാലിസിസുകളിൽ അദ്ദേഹവും നമുക്കൊപ്പം ഉണ്ടായിരുന്നു. സ്വാഗതം സാർ ഇൻട്രാക്ഷൻസിലേക്ക്. 3 ദിവസം കഴിഞ്ഞു റിസൾട്ട് വന്നതിന് ശേഷം. ഒരു എന്താ പറയുക, ഇനീഷ്യൽ സമയത്തുള്ളൊരു അനാലിസിസിന് അപ്പുറത്തുള്ളൊരു കണക്കിലേക്കൊക്കെ എത്താനുള്ളൊരു സമയമായി കഴിഞ്ഞു. എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഒരു ഇത്രയും മാസീവായിട്ടുള്ളൊരു വിജയം അത് പ്രതീക്ഷിച്ചിരുന്നതാണോ? NDA അവരുടെ ഹോംവർക്ക് കൃത്യമായി ചെയ്യുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തു, അതിൻ്റെ ഫലം അവർക്ക് കിട്ടി എന്നാണോ? 2025 ഏപ്രിൽ 22-ാം തീയതി പഹൽഗാമിൽ ഒരു അക്രമം നടന്നത് നമ്മുടെ ആൾക്കാരെ കുറേയേറെ പേരെ കൊല്ലപ്പെടുകയുണ്ടായി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബീഹാറിൽ പോവുകയും അവിടെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല എങ്കിൽ തന്നെയും ഒരു ഇലക്ഷൻ പോലുള്ള ഒരു റാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയും അവിടെ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞൊരു കാര്യം, പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ഈ ആക്രമണത്തിന് നമ്മൾ നൽകേണ്ട മറുപടി ഈ തെരഞ്ഞെടുപ്പിലൂടെയാണ്. ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ എണ്ണുമ്പോൾ പാകിസ്ഥാന് നല്ല മറുപടി കൊടുക്കത്തക്ക രീതിയിൽ വോട്ട് ചെയ്യണം എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ജനങ്ങള് അദ്ദേഹത്തിന്റെ വാക്കുകളെ സ്വയം എടുക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അങ്ങനെ പാകിസ്ഥാന് ധീരമായ ഒരു മറുപടി ഈ തെരഞ്ഞെടുപ്പിലൂടെ ഈ റിസൾട്ടിലൂടെ നൽകി എന്ന് വേണമെങ്കിൽ അനുമാനിക്കാൻ കഴിയും. ഇതൊരു തമാശയായിരിക്കട്ടെ. പക്ഷെ നിലവിലെ ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വളരെ അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറഞ്ഞു. NDA ജയിക്കുമെന്ന് ഏതാണ്ട് തീർച്ചയായിരുന്നു. പക്ഷെ നിലവിൽ ഇത്രയും വലിയൊരു വിജയം NDAക്ക് ലഭിക്കുമോ എന്ന് ഇന്ത്യയിലെ നേതാക്കൾക്ക് പോലും സംശയമായി. അപ്പോൾ കണക്കൂട്ടലുകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ് NDA അവിടെ നേടിയത് മനസ്സിലാക്കാൻ കഴിയും. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മെയിൻലി ഒരു പ്രധാന കാരണം, അതായത് അവിടെ ഈ ജനങ്ങൾക്ക്, അതായത് സ്ത്രീകൾക്ക് 10,000 ഉറുപ്പിക വീതം, ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് 10,000 ഉറുപ്പിക വെച്ച് തൊഴിൽ സമ്പാദിക്കാൻ വേണ്ടിയാണ് രൂപ കൊടുക്കുന്നത്. എങ്കിൽ തന്നെയും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് 10,000 രൂപ വെച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയുണ്ടായി, ട്രാൻസ്ഫർ ചെയ്യുകയുണ്ടായി. സാധാരണഗതിയിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു പ്രവർത്തനം നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കുകയും മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം നടപടികളെ കർശനമായിട്ട് നിരോധിക്കുകയും ചെയ്തു. പക്ഷെ ബീഹാറിൽ അവർ യാതൊരു പ്രശ്നവുമില്ലാതെ ഈ ഇത്രയും ആൾക്കാർക്ക് 10,000 രൂപ വെച്ച് വിതരണം ചെയ്തു. ചോദിച്ചേക്കാം, 10,000 രൂപ വലിയൊരു എമൗണ്ട് ആണോ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റൽ ഇൻകം ഉള്ളത് ഗോവയിൽ.
ഗോവയിലെ പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് 3,57,000 രൂപയാണ്. ഏറ്റവും കുറഞ്ഞ പെർ ക്യാപിറ്റ ഇൻകം ഉള്ളത് ബീഹാർ. ബീഹാറിലെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനം എന്ന് പറയുന്നത് വെറും 30,220 രൂപയുള്ളൂ. ഈ 30,220 രൂപ ആവറേജ് വന്നപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം, അവിടെ ധാരാളം പണക്കാരുമുണ്ട്. അപ്പൊ ഈ പണക്കാരുടെ പൈസയുടെ കൂട്ടിയിട്ടാണ് പെർ ക്യാപിറ്റ എടുക്കുന്നത്. അപ്പോൾ ബീഹാറിലെ സാധാരണക്കാർക്ക് 30,000 ഒന്നുമില്ല, വെറും പാവപ്പെട്ടവർക്ക് അതിലും വളരെ തുച്ഛമായ ഒരു വരുമാനമാണ് ആ സംസ്ഥാനത്തുള്ളത്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഓരോ സ്ത്രീക്കും 10,000 രൂപ, അത് വലിയൊരു എമൗണ്ട്. ഒരുപക്ഷെ മലയാളികൾക്കോ അല്ലെങ്കിൽ ഗോവാക്കാർക്കോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്കോ 10,000 രൂപയ്ക്ക് ആരെങ്കിലും വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചേക്കാം. പക്ഷെ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഈ 10,000 രൂപ എന്ന് പറയുന്നത് വലിയൊരു ഭീമമായ സംഖ്യ. തീർച്ചയായിട്ടും ഒരു ബ്രൈബ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അത്രയും വോട്ടുകൾ വിലയ്ക്ക് വാങ്ങുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. റൈറ്റ്. ഞാൻ അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇപ്പം താങ്കൾ സംസാരിച്ചു തുടങ്ങിയ കാര്യമായി ചേർത്ത് വെച്ചിട്ട് ഞാനൊരു കാര്യം ചോദിക്കാം. ഇപ്പം ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം 2 ദിവസത്തിന് ശേഷം അവിടെ പോയി പ്രസംഗിച്ച കാര്യം താങ്കൾ സൂചിപ്പിച്ചല്ലോ. ഈ കഴിഞ്ഞ ബീഹാർ ഇലക്ഷനിൽ നരേന്ദ്രമോദിയുടെ റാലികളിലെ പ്രസംഗം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ധാരാളമായി ആ പ്രസംഗങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ബീഹാറിലെ 2ാം ഘട്ട പോളിംഗ് നടക്കുന്ന ദിവസം രാവിലെയാണ് ഈ ചെങ്കോട്ടയ്ക്കടുത്ത് ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം പല ഫാക്ടേഴ്സ്, നമ്മൾ അതിനപ്പുറത്തുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ 10,000 രൂപ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്, പിന്നെ ഈ ജാതി സമവാക്യത്തിൽ അവർ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ, അത് വളരെ സൂക്ഷ്മമായി ഇംപ്ലിമെൻ്റ് ചെയ്തത്, ഇതൊക്കെയുണ്ട്. അതിനൊപ്പം ഈ പറയുന്നൊരു ഫാക്ടർ ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം ആക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, അതിനുശേഷം ഈ 2ാം ഘട്ട വോട്ടെടുപ്പിൻ്റെ രാവിലെ നടന്ന സ്ഫോടനം, ഇതെല്ലാം ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആയിട്ടുണ്ടാവണം NDAക്ക്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. അല്ലെങ്കിൽ ഇത്ര വലിയൊരു വിജയം ലഭിക്കേണ്ട കാര്യം. പിന്നെ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുകയും ശ്രീ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, അല്ലെങ്കിൽ ശ്രീ നിതീഷ് കുമാർ ബീഹാറിന് നേതൃത്വം കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 20 വർഷം. ഈ 20 വർഷത്തിൽ ഒരു ചെറിയ കാലം മാത്രമേ മാറുന്നു. അപ്പൊ ഈ വലിയൊരു കാലയളവിൽ 20 വർഷം കൊണ്ട് ബീഹാറിൽ വളരെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയണമായിരുന്നു. പക്ഷെ എന്ത് ഇമ്പാക്ട് ആണ് ബീഹാറിൽ ഉണ്ടായത്? ഇന്നും ഏറ്റവും ഏത് ഇൻഡീസ് എടുത്താലും, ഡെവലപ്മെന്റ് ഇൻഡീസ് എടുത്താലും ഏറ്റവും താഴെ കിടക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. അവിടെയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്കുള്ളിൽ പെട്ടെന്ന് കുറേയേറെ പാലങ്ങൾ, പണിതുകൊണ്ടിരുന്ന പുതിയ പാലങ്ങൾ പണിതീരുന്നതിന് മുമ്പ് പിടാന്ന് വീഴുകയായിരുന്നു. അപ്പൊ അതാണ് അവിടുത്തെ ലെവൽ ഓഫ് കറക്റ്റ്, അതാണ് ആ സംസ്ഥാനത്തിന്റെ ഡെവലപ്മെന്റ്. ഈ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു നല്ല ഫാക്ടറി അവിടെ വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പരാജയമാണ്. ഒരുവിധ ഡെവലപ്മെന്റ് സംസ്ഥാനത്ത് നടന്നിട്ടില്ല. ഞാൻ ഈ നിതീഷ് കുമാറിനെ മാത്രമല്ല കുറ്റപ്പെടുത്താൻ, മുമ്പുള്ള ഗവൺമെന്റ് കോൺഗ്രസ് ആയാലും അത് കഴിഞ്ഞിട്ട് ലാലു പ്രസാദിന്റെ പീരീഡ് ആയാലും ഒക്കെയാണെങ്കിലും ബീഹാർ എപ്പോഴും പിന്നോക്ക അവസ്ഥയിലാണ് കിടക്കുന്നത്. ആ പിന്നോക്ക അവസ്ഥയിൽ നിന്ന് കണ്ടീഷൻ മാറ്റിയെടുക്കാനായിട്ട് ഒരു ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് നിതീഷ് കുമാറിന്റെ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ ധാരാളം നിരത്തി വെക്കാൻ പറ്റും. ഏറ്റവും കുറഞ്ഞ പെർ ക്യാപിറ്റ ഇൻകം, ഏറ്റവും കുറഞ്ഞ ലിറ്ററസി റേറ്റ്, ഏറ്റവും കുറഞ്ഞ ഇൻകം മോർട്ടാലിറ്റി റേറ്റ്, ഏറ്റവും കുറഞ്ഞ, ഇങ്ങനെ പലത് വെച്ച് നോക്കിയാലും ബീഹാറാണ് ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്നത്. അപ്പൊ ഈ സംസ്ഥാനത്തെ ഡെവലപ്മെന്റ് കണ്ടുകൊണ്ടാണ് ജനങ്ങൾ ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്ത് വീണ്ടും അധികാരത്തിൽ എത്തിച്ചത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വളരെ പ്രയാസം. പിന്നെ മറ്റൊന്ന്, നിതീഷ് കുമാർ ഇപ്പോൾ ഈ ഇലക്ഷൻ വിജയിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ അത്യുജ്വലമായ ഒരു പ്രകടനമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യന് അദ്ദേഹത്തിന്റെ ഈ ചില ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് അദ്ദേഹത്തിന് ഇതിനെ പിടിച്ചു നിൽക്കാനായിട്ടും, ഉദാഹരണത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പോലും BJP പറഞ്ഞെടുത്ത അടുത്ത മുഖ്യമന്ത്രി ഞങ്ങളുടേത് നിതീഷ് കുമാർ ആയിരിക്കുമെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. എങ്കിൽ തന്നെ ഇന്ന് നിതീഷ് കുമാറിനെ മാറ്റി നിർത്താൻ ഒക്കാത്ത ഒരു അവസ്ഥയിലാണ് NDA എന്നുകൂടി ഓർക്കണം. അപ്പോൾ അടുത്ത മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊക്കെ ബീഹാറിന്റെ ഡെവലപ്മെന്റിനാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ബീഹാറിന്റെ ഡെവലപ്മെന്റിലേക്ക് എത്തിച്ചേരും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വളരെ പ്രയാസം. ഇതിനകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയാമല്ലോ, ഒന്ന് പറഞ്ഞു കഴിഞ്ഞു,
അതായത് ഈ 10,000 രൂപയ്ക്ക് മാത്രമല്ല, ചെറുപ്പക്കാർക്കുള്ള ചില ബെനിഫിറ്റുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പല ബെനിഫിറ്റുകൾ, പിന്നെ നല്ലൊരു ശതമാനം വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടു. അതായത് ഇന്നലെ ഞാൻ ഒരു പഠനം വായിച്ചപ്പോഴാണ് മനസ്സിലായത്, ഏകദേശം 11 സീറ്റുകൾ ഈ വോട്ടുകൾ വെട്ടിമാറ്റിയത് കൊണ്ട് 11 സീറ്റുകളുടെ റിസൾട്ടിനെ ബാധിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് ബാധിച്ചതെന്നുള്ളത് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ മുളർത്തു വന്ന ഒരു പാർട്ടിയാണ് സിരാജ്, പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി. പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി വലിയൊരു ക്യാമ്പയിനാണ് സംസ്ഥാനത്തുടനീളം നടത്തിയത്. ധാരാളം പൈസയും ഈ പൈസയൊക്കെ എവിടുന്ന് വന്നു, ആരാണ് അദ്ദേഹത്തെ ഫൈനാൻസ്? അദ്ദേഹത്തിന് ഓഫ്കോഴ്സ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. പക്ഷെ ചില മണ്ഡലങ്ങളിലൊക്കെ അവർ കുറെ വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. ആ വോട്ടുകളൊക്കെ ആരെയാണ് ബാധിച്ചത് എന്ന് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സീമാഞ്ചൽ, അതായത് പൂർണിയ, കിഷൻഗഞ്ച്, ആ ഭാഗങ്ങളിലൊക്കെ അവിടെയും 2 പാർട്ടികൾ, അതായത് ഈ കോൺഗ്രസിന്റെയും നമ്മുടെ രാഷ്ട്രീയ ജനതാദൾ പാർട്ടിയുടെയും വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടി BJP ചില പാർട്ടികൾക്ക് സപ്പോർട്ട് കൊടുത്തതായിട്ട് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെ പല ഫാക്ടേഴ്സ് ആണ് ഈ NDAയുടെ ഈ അത്യുജ്വല വിജയത്തിന് പിന്നിൽ എന്ന് വേണം കരുതാൻ. മറ്റൊന്ന്, ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പല കാര്യത്തിലും മുഖം മറയ്ക്കുകയായിരുന്നു, മുഖം മൂടിക്കൊണ്ടാണ് ഈ ഇലക്ഷൻ നടത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. ഭരിക്കുന്ന പാർട്ടിയെ ബെനിഫിറ്റ് വരത്തക്ക രീതിയിലായിരുന്നു അവരുടെ നീക്കങ്ങള് എന്നും ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. വോട്ട് ചോരി നടന്നോ ഇല്ലയോ അതിന് വ്യക്തമായ ഉത്തരമില്ല, അതിന് പഠനം നടത്തിയെങ്കിൽ മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, വോട്ട് വാങ്ങാനായിട്ട് ഇലക്ഷൻ കമ്മീഷനും കൂടെ നിന്നു എന്ന് വേണം പറയാൻ. റൈറ്റ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ കർണാടകയിലെ ഒരു മണ്ഡലത്തിലെ കാര്യം പറഞ്ഞു, അതുപോലെ ഹരിയാനയിലെ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ നേരെ തിരിച്ച് ഒരു എലക്ഷൻ സാഹചര്യത്തിൽ ഭരണകക്ഷിക്കോ ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്കോ മുന്നണിക്കോ അനുവദിക്കരുതാത്ത വിധത്തിലുള്ള ആനുകൂല്യം ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ ആനുകൂല്യങ്ങളൊക്കെ വിതരണം ചെയ്യാൻ അനുവാദം കൊടുത്തുകൊണ്ട്. അതെ. പിന്നെ ഓപ്പോസിഷന്റെ കാര്യം പറഞ്ഞ RJD, അതായത് ഇന്ത്യ സഖ്യത്തിന് ശരിയായ ഒരു സഖ്യമല്ലായിരുന്നു. നിർഭാഗ്യവശാൽ അവർക്ക് നല്ല യൂണിറ്റി ഇല്ലായിരുന്നു. അവർ ഏതാനും മണ്ഡലങ്ങൾ അന്യോന്യം മത്സരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവിനെ പ്രഖ്യാപിക്കുന്നത് വളരെ നാളുകൾക്ക് ശേഷമാണ്. എന്ന് തന്നെയല്ല, അവരും ചില വിചിത്രങ്ങളൊക്കെ കാണിച്ചു. ഉദാഹരണത്തിന് തേജസ്വി യാദവിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയുടെ ഏറ്റവും വലിയ ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത്, അവർ ജയിക്കുകയാണ് എങ്കിൽ ഒരു വീട്ടിലെ ഒരാൾക്ക് ഗവൺമെന്റ് ഉദ്യോഗം നൽകുന്നതായിരിക്കും. ബീഹാർ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വീട്ടിലെ ഒരാൾക്ക് ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബീഹാർ ഗവൺമെന്റിനെ സംബന്ധിച്ച് മാത്രമല്ല, ലോകത്തിലെ ഏത് സർക്കാരിനെ സംബന്ധിച്ചും വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത്, ഒരു സർക്കാർ ജോലി എന്നുള്ളത്. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് അവിടുത്തെ ജനങ്ങൾക്ക് പോലും ഇത് പുച്ഛിച്ച് തള്ളിയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊന്നും ഇവരെ കൊണ്ട് നടപ്പാക്കാൻ കഴിയുന്ന കാര്യമല്ല. അതേസമയം അധികാരത്തിലിരിക്കുന്നവര് അറ്റ്ലീസ്റ്റ് 10,000 രൂപ ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ തന്നു, ഇനിയും ചിലപ്പോൾ തന്നില്ലായിരിക്കാം. പക്ഷെ നിലയിൽ 10,000 ഇപ്പോൾ കിട്ടുന്നതായിട്ട് അവര് ഭരിക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചതാണ്. പിന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം, രാഹുൽ ഗാന്ധി നടത്തിയ ക്യാമ്പയിൻ നടന്ന കർണാടകത്തിലെ ഒരു മണ്ഡലത്തിൽ വോട്ട് ചോരി ചെയ്തു, ശരി. അതുപോലെ തന്നെ ഹരിയാനയിലെ കോൺഗ്രസ് ആയിരുന്നു ജയിക്കേണ്ടത്. അവസാനം 25,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ ഭരണം കോൺഗ്രസിന് കിട്ടേണ്ട ഭരണം BJP പിടിച്ചെടുത്തു. ഇതാണ് അദ്ദേഹത്തിന്റെ മുഖ്യമായിട്ട് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം NDA ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ പരാജയങ്ങളും വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാട്ടി അതിനെ ബേസ് ചെയ്തുകൊണ്ട് ക്യാമ്പയിൻ നടത്തി. അതുപോലെ തന്നെ വീണ്ടും നല്ല എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയും എന്ന് ക്യാമ്പയിൻ നടത്തിയെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാളും ഭേദമായിരുന്നു റിസൾട്ട്. കാര്യം എപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്കാരും ബോറടിക്കും.
ഒരുപക്ഷെ ഈ രാഹുൽ ഗാന്ധിക്ക് പറ്റിയൊരു വീഴ്ച അതാണ്. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷനെയാണ് കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഇലക്ഷന് കാൻഡിഡേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, ഇവിടുത്തെ ഇലക്ഷൻ മത്സരിക്കുന്നത് BJPയും JDU. അപ്പൊ അവർക്കെതിരെയാണ് വേണ്ട ക്യാമ്പയിൻ നടത്തുന്നത്, ഇലക്ഷൻ കമ്മീഷനല്ല. ഇലക്ഷൻ കമ്മീഷനെ തമ്മിൽ കുറിച്ച് പറയണ്ടെന്ന് ഞാൻ പറയുന്നു. പക്ഷെ മെയിൻ ക്യാമ്പയിൻ BJP നയിക്കുന്ന അല്ലെങ്കിൽ JDU നയിക്കുന്ന ഗവൺമെന്റിന്റെ വീഴ്ചയുള്ള പരാജയങ്ങൾ അതിനെ ഹൈലൈറ്റ് ചെയ്തിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇതിനേക്കാളും ഒരു നല്ല റിസൾട്ട് ഉണ്ടാകുമായിരുന്നു. നമ്മൾ ഇതൊക്കെ പറയുന്നുവെങ്കിലും ക്യാമ്പയിൻ മോശമായിരുന്നു, അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ JDU അമിതമായ വാഗ്ദാനങ്ങൾ കൊടുത്തു, അല്ലെങ്കിൽ അമിതമായ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ പറയുമെങ്കിലും ഇത്രയും വലിയൊരു ജനസമ്മതി കിട്ടണമെങ്കിൽ അത് ഓപ്പോസിഷന്റെ കൂടെ പരാജയമാണ്, അല്ല എന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇത്രയും വലിയ പരാജയം ഈ ഓപ്പോസിഷന് അവിടെ ഭവിക്കുകയില്ല. ഇതിൽ നിന്ന് ഓപ്പോസിഷൻ പഠിക്കേണ്ട ലെസൺ, അതായത് ശക്തമായ എതിരാളിയാണ് മുൻപിലുള്ളത്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇതായിരിക്കും സ്ഥിതി. അപ്പൊ എതിരാളിയെ നേടണമെങ്കിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാണിച്ച അത്രയും ശുഷ്കാന്തിയെങ്കിലും വീണ്ടും കാണിച്ചുകൊണ്ട് ശക്തമായിട്ട് നിലനിന്നാൽ മാത്രമേ BJPയെ പോലുള്ള ശക്തനായ ഒരു എതിരാളിയെ നേരിടാൻ കഴിയൂ എന്ന് മനസ്സിലാക്കാൻ കഴിയണം ഈ ഓപ്പോസിഷൻ പാർട്ടി. റൈറ്റ്, അതിലേക്ക് വരുമായിരുന്നു. അത് എത്രത്തോളം ഈ പ്രതിപക്ഷ സഖ്യം മനസ്സിലാക്കുന്നുണ്ട്? നമ്മൾ കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പുകളെടുത്താലും ഇപ്പോൾ കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിലെടുത്താലും ഇനി ഒരുപക്ഷെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും BJP അതിൻ്റെ പ്രത്യയശാസ്ത്ര പിൻബലമായ RSS, പിന്നെ ഇതര സംഘപരിവാര സംഘടനകൾ, ഇവരെല്ലാം ചേരുന്നൊരു സംവിധാനമാണ്. അതിങ്ങനെ 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, 365 ദിവസവും അനുസ്യൂതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സൂക്ഷ്മമായി ജാതി സമവാക്യങ്ങളെ അനലൈസ് ചെയ്യുന്നു, അതിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നു, ഗ്രൗണ്ട് ലെവലിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. ആരെ വീഴ്ത്തണം എന്നുള്ള കാര്യത്തിൽ അത് സ്വന്തം കൂടെ നിൽക്കുന്ന ആളാണെങ്കിൽ കൂടി വീഴ്ത്തിയാൽ നേട്ടമുണ്ടാകുമോ എന്ന് മനസ്സിലാക്കി അതിന് തയ്യാറാവുന്നു. ഈ വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം, അതിനെ പിന്തുണയ്ക്കാനായിട്ട് കേന്ദ്ര സർക്കാരുണ്ട്, ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലെയും ഭരണകൂടങ്ങളുണ്ട്, പണമുണ്ട്. അപ്പോൾ ഇതിന് മറികടക്കുക എന്ന് പറയുന്നത് പ്രതിപക്ഷ സഖ്യത്തെ സംബന്ധിച്ച് എത്രത്തോളം ഹെർക്കുലിയനായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അതെ, BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇലക്ഷൻ ക്യാമ്പയിൻ നടന്ന 365 ദിവസമാണ്. അല്ലാതെ ഇലക്ഷൻ വരുമ്പോൾ മാത്രമല്ല അവരുടെ ക്യാമ്പയിൻ. RSSന്റെ ആണെങ്കിലും BJPയുടെ ആണെങ്കിലും അവരുടെ ഗ്രൗണ്ട് ലെവലിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ 365 ദിവസം അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ ക്യാമ്പയിൻ. അപ്പോൾ അതിനെ നേരിടാൻ, അതുപോലെ തന്നെ മറ്റൊരു വിശേഷമായിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി എപ്പോഴും ഇലക്ഷൻ മോഡിലാണ്. പുള്ളി എപ്പോഴും മുൻപിൽ ഇലക്ഷൻ കണ്ടുകൊണ്ടാണ് പുള്ളി വർത്താനം പറയുന്നത് പോലും. അപ്പോൾ അങ്ങനെ ദീർഘവീക്ഷണമുള്ള ഒരു പാർട്ടിയെ നേരിടാനായിട്ട് വേണ്ട നടപടികൾ പ്രതിപക്ഷം അതിന് തയ്യാറാക്കും. അല്ല എങ്കിൽ ഇതുപോലെ പാളിച്ചകൾ പല സംസ്ഥാനങ്ങളിലും വരും. ഈ ഉദാഹരണത്തിന് തന്നെ കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പ്, ഹരിയാനയിൽ കോൺഗ്രസിനൊക്കെ ഈസി ആയിട്ട് ജയിക്കാമായിരുന്നു, മഹാരാഷ്ട്രയിലൊക്കെ ഈസി ആയിട്ട് ജയിക്കാമായിരുന്നു. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ജയിക്കാൻ കഴിയാതെ പോയത്? ഇവരുടെ സ്ട്രാറ്റജി അവർ ശരിയായിട്ട് പ്രവർത്തിക്കുന്നു, അതിനെ നേരിടാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ്. പിന്നെ ഓഫ് കോഴ്സ് ഒഫീഷ്യൽ മിഷനറി അവർ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ ഓപ്പോസിഷനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാലികറാമാലിയ അത് നേരിടാൻ പാർട്ടികൾക്ക് കഴിയണം. കഴിഞ്ഞില്ല എങ്കിൽ അടുത്ത കുറെ വർഷങ്ങൾ, അതായത് ഒരിക്കൽ അമിത്ഷാ മറ്റേ പറയുകയുണ്ട് 2050 വരെ അവരായിരിക്കും ഭരിക്കുന്നത് എന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ വിട്ടുകൊടുക്കേ പറ്റൂ. അപ്പോൾ വേണ്ടത് മറ്റ് പാർട്ടികളെല്ലാം, ഓൾ ഇന്ത്യ ലെവലിലെ പാർട്ടികളെല്ലാം ഒന്നിച്ചു നിന്ന്, രാഹുൽ ഗാന്ധിയോ ആരെങ്കിലും ആയിക്കൊള്ളുന്ന നേതാവ് ഒന്നിച്ചു നിന്നുകൊണ്ട് പാർട്ടിയെ BJPയെ നേരിടാൻ അവർക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഇതുപോലുള്ള പരാജയങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഈ പ്രതിപക്ഷ ക്യാമ്പിൽ നിന്ന് വരുന്ന വിലയിരുത്തലുകൾ അത് എത്രത്തോളം ആത്മവിശ്വാസം പകരുന്നതാണ്? ഇപ്പോൾ SIR നടപ്പാക്കി 65 ലക്ഷത്തോളം വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ നീക്കം ചെയ്തു. അതൊരു പ്രശ്നമായിട്ട് അവിടെ ഉണ്ട്. അതൊരു പക്ഷേ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടാവാം, ചില മണ്ഡലങ്ങളിലെങ്കിലും അത് ജയപരാജയങ്ങളെ നിർണ്ണയിച്ചിട്ടുണ്ടാവാം, BJPക്ക് ഗുണകരമായിട്ടുണ്ടാവാം.
അതുപോലെ മറ്റ് രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടാവാം. ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഭരണകൂടത്തിൻ്റെ ഒത്താശയ്ക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ അതിനപ്പുറത്ത് ഇത്രയും വലിയൊരു വിജയമുണ്ടാകുമ്പോൾ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ദൗർബല്യം എത്രത്തോളമാണ്, അതിൻ്റെ കൂടെ ബലത്തിലല്ലേ ഈ വിജയം എന്ന നിലയ്ക്കുള്ളൊരു ആത്മവിമർശനം അത് പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാകുന്നില്ല. ഇപ്പോഴും അവർ പറയുന്നത് ഇപ്പോൾ അവർ പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെയാണ് കുറ്റപ്പെടുന്നത് കൂടുതലായിട്ട്. അതുപോലെ തന്നെ ഈ ഇലക്ഷനിൽ കമ്മണലായിട്ടുള്ള പ്രചാരണം നടന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ, പല ഫാക്ടേഴ്സ് അതിന് വർക്ക് ചെയ്ത്. ഇപ്പോൾ വെറുതെ ഇലക്ഷൻ കമ്മീഷനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ വലിയ കാര്യം. മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാര് IAS സിവിൽ സർവീസിന് വേണ്ടി പരീക്ഷ എഴുതുന്നത്. അപ്പൊ അവിടെ അധികം തൊഴിലവസരങ്ങളൊന്നുമില്ല. അവിടുത്തെ പഠിക്കുന്ന മിടുക്കരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഏക ലക്ഷ്യമെന്ന് പറയുന്നത് IAS കയറുക എന്നുള്ളതാണ്. അതിലൊരു പക്ഷേ നല്ലൊരു ശതമാനം ആൾക്കാർ കയറുന്നു, ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷൻ IASകാരെ മാത്രം അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊന്നും വലിയൊരു നേട്ടമായിട്ട് വരുന്നത്. അപ്പോൾ അതൊരു പരാജയമായിരുന്നു. ഇലക്ഷൻ കമ്മീഷനെ വിമർശിച്ചുള്ളൂ, പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ അല്ല അവിടെ മത്സരിക്കുന്നത് പാർട്ടികളാണ്. ആ പാർട്ടിയുടെയാണ് വിമർശിക്കുന്നത്. ഉദാഹരണത്തിന് എത്ര പ്രാവശ്യം ഏതെങ്കിലും തവണ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ അവിടെ ഈ വീണ പാലങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചു. അതിന് വേറെ ഇലക്ഷൻ കമ്മീഷനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വോട്ട് ചോദിച്ചാൽ ആര് വോട്ട് ചെയ്യും? അതേസമയം ഈ പാലങ്ങൾ വീഴുന്നത് അതിന്റെ കുറെ ചിത്രങ്ങളും കാണിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നുവെങ്കിൽ അതെന്തോ ഒരു എഫക്റ്റീവ് ആയിരുന്നു. അതുപോലുള്ള നല്ല കാരണങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ചില അനാസ്ഥകൾ അതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുകൊണ്ട് അവിടുത്തെ ഡെവലപ്മെന്റ് ഇല്ലായ്മ എപ്പോഴും നരേന്ദ്രമോദി പറയുന്ന ഒരു കാര്യമാണ് ഡെവലപ്മെന്റ്. എന്ത് ഡെവലപ്മെന്റ് ആണ് ബീഹാറിൽ വന്നത് എന്ന് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ മറുപടി പറയിപ്പിക്കുകയായിരുന്നു വേണ്ടത്. അല്ലാതെ അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യല്ല നമ്മൾ വേണ്ടത്. തിരിച്ച് നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മുടെ ഈ ഇടതുപക്ഷ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടികൾക്ക് കഴിയണമായിരുന്നു. അത് കഴിയാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള പരാജയം നേരിടേണ്ടി വന്നത്. റൈറ്റ്. ഈ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഒന്നും പ്രതിപക്ഷം വലിയ തോതിൽ മുന്നോട്ട് വെച്ചതായിട്ട് നമ്മൾ വാർത്തകൾ വായിക്കുമ്പോഴും കാണുന്നുണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലോ തേജസ്വി യാദവിൻ്റെ പ്രസംഗത്തിലോ ഇതൊരു പ്രോമിനന്റ് വിഷയമായി വന്നിരുന്നില്ല. പക്ഷെ അപ്പുറത്ത് പഴയ ജംഗിൾ രാജ് എന്നുള്ള ആക്ഷേപം ഇത്രയും കാലത്തിന് ശേഷം, അതായത് 20 വർഷത്തോളം നിതീഷ് ഭരിച്ചതിന് ശേഷവും ഈ ജംഗിൾ രാജ് എന്ന് പറയുന്ന സംഗതി വീണ്ടും തെരഞ്ഞെടുപ്പ് വിഷയമാക്കി കൊണ്ടുവരാനും അത് വോട്ടർമാരുടെ മുമ്പിൽ വിൽക്കാനും BJPക്കും JDUവിനും സാധിച്ചു. അത് വളരെ അപഹാസ്യമായിരുന്നു. അതായത് 20 വർഷം മുമ്പാണ് ലാലു ഭരിച്ചത്. ലാലുവിന്റെ ഭാര്യ റബഡി ദേവി. അത് കഴിഞ്ഞിട്ട് 20 വർഷം ഇവര് കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം വീണ്ടും ജംഗിൾ രാജ് എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവും. അത് വെറുതെ ഒരു ക്യാമ്പയിനാണ്. അതായത് അവർ സ്ലോഗൻസ് ഉണ്ടാക്കാൻ BJP വളരെ മിടുക്കൻ. അപ്പൊ അവരത് ഈ ജംഗിൾ രാജ് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്തി. പുതിയ തലമുറയ്ക്ക്, പുതിയ വോട്ടേഴ്സിനൊന്നും ഈ ജംഗിൾ രാജിനെ കുറിച്ച് അറിയില്ല. അപ്പൊ അവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഏതാണ്ട് വലിയ സംഭവങ്ങളൊക്കെ പണ്ട് നടന്നിട്ടുണ്ട്, വളരെ മോശമായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ചിത്രീകരണം കൊടുക്കാൻ. അതുപോലെ തന്നെ തേജസ്വി യാദവ് അധികാരത്തിൽ വരികയാണെങ്കിൽ വീണ്ടും ജംഗിൾ രാജ് വരും എന്നൊക്കെ പേടിപ്പെടുത്താനും ജനങ്ങളെ പേടിപ്പെടുത്താനും BJPക്ക് കഴിഞ്ഞു. അതും ഈ ഇലക്ഷന്റെ ഈ റിസൾട്ടിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. ഞാൻ അവസാനം ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഇപ്പോൾ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു സമയത്ത് ബീഹാറിൽ ഒരു നിയമസഭാ സീറ്റിൽ പോലും ജയിക്കാത്ത ഘട്ടമുണ്ടായിരുന്നു. പിന്നീട് RJDയുമായ സഖ്യത്തിൽ കുറച്ച് സീറ്റുകൾ ജയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ്, ഇത്തവണ 6 സീറ്റ്. പക്ഷേ RJDയെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നു. ഇപ്പോഴും വലിയ സ്വാധീനമുള്ളൊരു പാർട്ടിയായിട്ട് RJD അവിടെയുണ്ട്. പക്ഷേ തുടർച്ചയായ പരാജയങ്ങൾ ഒരുപക്ഷെ ബീഹാറിൽ RJDയുടെ ഒരു ജനപിന്തുണ, RJDയുടെ ഒരു സ്വാധീനത്തിൽ വലിയ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ബീഹാറിലെ മുന്നോട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ പോക്ക് ഒരു BJP ആഗ്രഹിക്കുന്ന ഏത് വിധത്തിലാണോ ആ വിധത്തിലേക്കാണ് എന്ന് കരുതേണ്ടി വരുമോ? RJDയുടെ കാര്യം പറഞ്ഞാൽ RJD, അതായത് ലാലു യാദവിന്റെ സമയത്ത് യാദവുമാരും മുസ്ലിങ്ങളും
ഒന്നിച്ച് നിൽക്കുക. യാദവ് മുസ്ലിം കോമ്പിനേഷൻ ആയിരുന്നു അവരുടെ സ്ട്രെങ്ത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ മുസ്ലിങ്ങള് മാറിപ്പോകുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ ലാലുവിന്റെ നല്ല കാലത്ത് ഈ താഴ്ന്ന ജാതിക്കാരെല്ലാം അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. താഴ്ന്ന ജാതിക്കാരും കുറുമികളും അതുപോലെ താഴ്ന്ന ജാതിക്കാരും പല ഈ ലീസ്റ്റ് എക്കണോമിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഒക്കെ JDUവിന്റെ കൂടെ നിതീഷ് കുമാറിന്റെ കൂടെ പോയി. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ വിന്നിങ് കോമ്പിനേഷൻ ഒരു പാളിച്ചകളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും RJDക്കാണ് BJPയെക്കാളും കൂടുതൽ വോട്ടിംഗ് പെർസെന്റേജ് കിട്ടിയത് എന്ന കാര്യം മറക്കരുത്. അതായത് ഇപ്പോഴും ബീഹാറില് RJD ശക്തിയാണ്. ഒരുപക്ഷെ ഇത്രയും BJPയെക്കാളും കൂടുതൽ എങ്ങനെ ഇത്രയും വോട്ട് കിട്ടി അല്ലെങ്കിൽ ഇത് കിട്ടിയത് എന്ന് ചോദിച്ചാൽ, പെർസെന്റേജ് എങ്ങനെ ഉയർന്നു എന്ന് ചോദിച്ചാൽ RJD കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരിച്ചു, അതായിരിക്കാം കാരണം. എങ്കിൽ തന്നെയും ഏറ്റവും കൂടുതൽ പെർസെന്റേജ് കിട്ടിയത് ഈ പാർട്ടിക്കാണ് എന്ന് പറയുമ്പോൾ അത് അവഗണിക്കാനൊക്കെ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ഒരു നാഷണൽ പാർട്ടിയാണ്. BJP കഴിഞ്ഞാൽ അവിടെ മത്സരിച്ച ഒരു നാഷണൽ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് പാർട്ടിക്ക് 6 സീറ്റേ കിട്ടിയുള്ളൂ എങ്കിലും ഏകദേശം 8% വോട്ട് അവർക്ക് നേടാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ കോൺഗ്രസിനെ തികച്ചും റൈറ്റ് ഓഫ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കോൺഗ്രസ് അവിടെ ഒരു ശക്തിയാണ്. വേണ്ട കോമ്പിനേഷൻ വരികയാണ് എങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ RJDക്ക് വീണ്ടും അധികാരം പിടിച്ചെടുക്കാൻ കഴിയും. പക്ഷെ വേണ്ടത് ഒരു അലയൻസ് ആണ്. അത് വേണ്ട ഒരു അലയൻസ് അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഉള്ള അലയൻസിൽ തന്നെ അടിപിടിയായിരുന്നു. അവർക്ക് തന്നെ വ്യക്തതയില്ലായിരുന്നു. അതുപോലെ തന്നെ ക്യാമ്പയിൻ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്ന വ്യക്തതയില്ലായിരുന്നു. അതെല്ലാം തേജസ്വി യാദവിന് കൊടുത്തു. തേജസ്വി യാദവ് അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ക്യാമ്പയിനായിട്ട് ഒരു കുടുംബത്തിന് ഒരു ഗവൺമെന്റ് തൊഴില് എന്ന വാഗ്ദാനമായിട്ട് മുമ്പോട്ട് പോയി. ഇതൊക്കെ ആൾക്കാരുടെ വിശ്വാസം ജനിപ്പിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ സ്വന്തമായിട്ട് നിലനിൽക്കാൻ കഴിയാത്ത ഗ്രൂപ്പാണ് ഇത് എന്ന ബോധവും ജനങ്ങളിൽ ഉണ്ടായി. അതുകൊണ്ട് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് മലയാളത്തിൽ പറയാറുള്ളത് പോലെ രണ്ടുപേരിൽ നല്ലത് ബെറ്റർ ഒരുപക്ഷെ BJP നിതീഷ് കുമാർ സഖ്യമായിരിക്കാം എന്ന് ജനങ്ങൾക്ക് തോന്നിക്കാണാം. അതുകൊണ്ടായിരിക്കാം അവർ വോട്ട് ചെയ്തത്. എങ്കിൽ തന്നെ സ്ത്രീകളുടെ വോട്ട് വളരെ നിർണായകമായിരുന്നു. ആ നിർണായകമായ വോട്ടിന്റെ പ്രധാന കാരണം ഈ 10,000 രൂപ വെച്ച് ഗവൺമെന്റിന് കൊടുക്കാൻ കഴിഞ്ഞത് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. റൈറ്റ്. ഈ 10,000 വോട്ട്, അതുപോലെ ഈ നിതീഷ് കുമാർ തിരിച്ച് അധികാരത്തിൽ വരുന്നത്, ഇതൊക്കെ പ്രീ ഇലക്ഷൻ BJPയുടെ പ്ലാൻ ഒരുപക്ഷെ നിതീഷിനെ ഒന്ന് ചെറുതാക്കുക എന്നല്ലെങ്കിൽ JDUവിനെ കുറച്ചുകൂടെ ഒന്ന് ചെറിയ പാർട്ടിയാക്കുക എന്നുള്ളതായിരുന്നു എന്ന് തോന്നുന്നു. BJPയും JDUവും ഒരേ നമ്പർ ഓഫ് സീറ്റിലാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. പോസ്റ്റ് ഇലക്ഷൻ പക്ഷേ JDU കുറച്ചുകൂടെ അവരുടെ ഒരു പൊസിഷൻ തിരിച്ച് പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് ബീഹാറിൽ ഒരുപക്ഷെ BJPക്ക് അവർ പ്രതീക്ഷിച്ച ഒരു കണക്കൂട്ടിൽ തെറ്റിയിട്ടുണ്ടാവാം. പക്ഷെ നാഷണൽ സിനാരിയോയിൽ BJPക്ക് വലിയ എഡ്ജ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടായ ഒരു പതർച്ച അത് മാറ്റാൻ ബീഹാർ ഫലം സഹായിച്ചിട്ടുണ്ടാവും. അത് BJPക്ക് മാത്രമല്ല, ഒരുപക്ഷെ ഈ മോദി ഷാ സഖ്യത്തിനും അതൊരു വലിയ ബലമായിട്ടുണ്ടാവും. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേരിട്ട പരാജയങ്ങൾ അല്ലെങ്കിൽ അപജയങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് വളരെ വലിയൊരു വിജയമാണ് ബീഹാറിൽ നേടിയിരിക്കുന്നത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന് ഒരു നല്ല ഒരു നേട്ടമാണ് ഈ വിജയം എന്ന് വേണമെങ്കിലും പറയാം. എന്തുകൊണ്ടും BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു വിജയം അവിടെ ബീഹാർ നേടിയിരിക്കുന്നത്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പ്രയാസമാണ്. എങ്കിൽ തന്നെയും ആ ഓപ്പോസിഷൻ അവിടെ ഇല്ലാത്ത അവസ്ഥയല്ല. ഇപ്പോഴും നല്ല ഓപ്പോസിഷന് സ്പേസ് ഉണ്ട്. അത് BJPക്കും JDU എന്ന് പറയുന്നത് ലോക്കൽ പാർട്ടിയാണ്. അതിന് ബീഹാറിൽ വലിയ പാർട്ടിയാണെങ്കിൽ അത് ലോക്കൽ പാർട്ടിയായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ ദേശീയമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനോ അല്ലെങ്കിൽ അതുപോലെ കോൺഗ്രസിന് മറ്റ് സഖ്യകക്ഷികളുമായി ചേർന്ന് നിന്നാൽ ഒരു നല്ല വിജയം അവിടെ വീണ്ടും നേടാൻ കഴിയും എന്നാണ് വിശ്വസിക്കേണ്ടത്. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ബീഹാർ കഴിഞ്ഞു, ഇനിയിപ്പോൾ 4-5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ
കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, പുതുച്ചേരി ഇവയൊക്കെ തെരഞ്ഞെടുപ്പ് വരികയാണ്. BJP ആണെങ്കിൽ വെസ്റ്റ് ബംഗാൾ ഒരു വലിയ ലക്ഷ്യമായിട്ട് നേരത്തെ മുതൽ തന്നെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ബീഹാറിൻ്റെ ഒരു ഇമ്പാക്റ്റ് വെസ്റ്റ് ബംഗാളിലൊക്കെ നമ്മൾ കാണേണ്ടി വരുമോ? എന്നാണ് അവർ പറയുന്നത്. പക്ഷെ താങ്കൾ ഒരുപക്ഷെ ഓർക്കുമോ എന്നറിയില്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അതുപോലെ തന്നെ അവർ വെസ്റ്റ് ബംഗാൾ ക്യാമ്പ് കോൺസെൻട്രേറ്റ് ചെയ്താണ് ക്യാമ്പയിൻ ചെയ്തത്. പുതുതായിട്ടൊന്നും അതെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇതിനും വളരെ നേരത്തെ തന്നെ ബീഹാർ ലക്ഷ്യമിട്ട് പ്രചരണം നടത്തിയിരുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചിരുന്നു, വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു, വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ എങ്കിലും മമത വലിയ തോതിൽ തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് അവിടുത്തെ സമവാക്യങ്ങളൊക്കെ മാറിയോ, അതിനുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അവിടെ ആകെ പറയാൻ പറ്റുന്നത് ഒന്ന് രണ്ട് റേപ്പ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് അവർ എപ്പോഴും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റേപ്പ് നടന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ അവർക്ക് ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മമതയെ നേരിട്ട് മമതയുടെ രാഷ്ട്രീയപരമായിട്ട് അവരെ നേരിടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ വിജയം കഴിഞ്ഞ മുമ്പിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നല്ലൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം BJP താഴോട്ടാണ് പോകുന്നത്, അല്ലാതെ മുകളിലോട്ടല്ല പോകുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ത് ബേസിസിലാണ് അവിടെ ഈ 10,000 രൂപ വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ വേറെ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിരിക്കാം. ഉദാഹരണത്തിന് ഡൽഹി അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഇൻകം ടാക്സിന്റെ എക്സംഷൻ 12 ലക്ഷം വരെ ആക്കുന്നത്. 12 ലക്ഷം എക്സംഷൻ എന്ന് പറഞ്ഞാൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ധാരാളമുള്ള ഒരു പ്രദേശമാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഈ സാലറീഡ് എംപ്ലോയീസിന്റെ ഒരു ഏരിയ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ 12 ലക്ഷമായിട്ട് കുറച്ച് വലിയൊരു ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കാൻ BJP എന്തൊക്കെ പരിപാടികളാണ് വെസ്റ്റ് ബംഗാളിൽ നടത്താൻ പോകുന്നത് എന്നറിയില്ല. എങ്കിൽ തന്നെ BJPയുടെ സിറ്റുവേഷൻ അവിടെ ബീഹാറിലെ പോലെ അനുകൂലമല്ല. തേജസ്വി യാദവ് അല്ല മമതാ ബാനർജി എന്നുകൂടി ഈ അവസരത്തിൽ ഓർക്കണം. റൈറ്റ്, വളരെയധികം നന്ദി സാർ ഞങ്ങളോട് വിശദമായി സംസാരിച്ചതിന്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ബീഹാറിൽ മാത്രമല്ല, ബീഹാറിന് പുറത്തേക്കും ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ സന്ദേശങ്ങൾ നൽകുന്നത് ഒരുപക്ഷെ പ്രതിപക്ഷ സഖ്യത്തിനാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ആസൂത്രിതമായി അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ, വോട്ട് ചോരി പോലെയുള്ള സംഗതികൾ, വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വരുത്തൽ, SIRന്റെ നടപ്പാക്കൽ, അതിൻ്റെ ഭാഗമായ ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളൽ, ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കൂടി അതിനപ്പുറത്തുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിലൂടെ മാത്രമേ ജനങ്ങളെ അണിനിരത്താൻ സാധിക്കുമെന്ന തിരിച്ചറിവ് പ്രതിപക്ഷത്തിന് നൽകുന്നുണ്ടാവണം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു ശ്രീ AJ ഫിലിപ്പിന്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.